മുട്ടയിടാനുള്ള സജ്ജീകരണം ഇപ്രകാരമാണ്. നമ്മൾ കട്ട ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂട്ടിൻ്റെ ഉള്ളിൽ വെളിച്ചക്കുറവുണ്ട്. വെള്ളം വെക്കരുത്. 4 ചുറ്റും മറച്ചിട്ടുണ്ട്. ഈ ചീമക്കൊന്ന വെച്ച് കിളിപ്പിച്ചിട്ടുള്ള കാരണം നമുക്ക് നല്ല തണലും കിട്ടും. നൈട്രജൻ നന്നായിട്ട് ഡെലിവറി ചെയ്യുന്നൊരു വൃക്ഷമായതുകൊണ്ട് അത് കിട്ടും. ഇങ്ങനെയാണ് തീറ്റ കൊടുക്കുന്ന സിസ്റ്റം. കണ്ടല്ലേ, നമുക്കിപ്പോൾ നിലവിലുണ്ടെന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 മുട്ടയിടുന്ന പിടകളാണുള്ളത്. 2 അട ഇരിപ്പുണ്ട്. 9. ഇവിടെ ഒരാൾ ഈ ചാരപ്പുള്ളി തൊപ്പി 10 പിട. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നേക്കഡ് നെക്ക് പൂവൻ, ഒരു പ്യുവർ വൈറ്റ് പൂവൻ. ഇത്രയാണ് നമുക്ക് ഉള്ളത്. പിന്നെ ഇത് മുട്ടയിടുന്ന സൗകര്യം തന്നെയാണ്. ഇത് മുട്ടയിടുന്ന സൗകര്യത്തിൽ അത് മുട്ടയൊക്കെ ഞാൻ എടുത്ത് ഇതിൽ ഒരു കോഴി ഇപ്പോൾ അടയിരിക്കണം. അതിനെ ഇറക്കി വിട്ട് തീറ്റ തന്നാൻ വേണ്ടിയിട്ട്. പിന്നെ കുമ്മായൊക്കെ ഉതിരി കൊടുക്കും. മുട്ടിൽ കുമ്മായൊക്കെ ഉതിരി കൊടുക്കും. ഇത് ചെറിയ മക്കൾ കയറിയിരിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ പുറത്തും കുമ്മായൊക്കെ ഒരു പണ്ട് കാപ്പിരിയുടെ കുട്ടിയുണ്ട്, പ്യൂർ വൈറ്റ് ഉണ്ട്, ലൈനേജ് ഉണ്ട്, നെക്കഡ് നെക്ക് ഉണ്ട്. ഈ പുല്ലൊക്കെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ തൽക്കാലം വളർത്തുന്നത്. ഒരു ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെ നമ്മുടെ കൂടിൻ്റെ വലിയ ഷെഡാണ്. അതിലേക്ക് ഇങ്ങനെ ഒരു പാർട്ടേഷൻ അത്യാവശ്യം ഇച്ചിരി പുല്ലും അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. നിമിഷത്തേക്ക് വന്നു. ഇവിടെ 2 പേര് ഇരിക്കുകയാണ്. 3-4 ദിവസമായി ഇരിക്കുക. 2 ലൈനേജാണ്. നമ്മുടെ അടുത്ത പൂവനവനാണ് നമ്മുടെ പ്യൂർ വൈറ്റ്. പിന്നെ 2 ദിവസത്തേക്ക് ഗ്യാപ്പ് കൊടുത്തിരിക്കുക, മാറ്റിയിട്ടിരിക്കുകയാണ്. പിന്നെ ചെറിയ കൂടിൻ്റെ പരിപാടിയൊക്കെ നടക്കുകയാണ്. ഇതിനകത്താണ് നമ്മുടെ ബാക്കി. ഇതിപ്പോൾ എല്ലാം 2 മാസത്തെയോ 1 മാസത്തെയൊക്കെ കുട്ടികളാണ്. ഇവർക്കൊരു ബെഡ് പണിഞ്ഞുകൊണ്ടിരിക്കുക. ഈ നമ്മുടെ മതിലിനോട് ചേർന്നിട്ടുള്ള ഇതിനകത്ത് ഇവർക്ക് ബെഡ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കയറിയിരിക്കാനായിട്ടൊക്കെ രാത്രി. അതിൻ്റെ പണിയൊന്നും ആയിട്ടില്ല. ഉണ്ട്. നല്ല അടിപൊളി കുട്ടികളാണ്. പപ്പായൻ്റെ ഇല കഴിച്ചുകൊണ്ടിരിക്കുക രാവിലെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷം.